വൈകിട്ട് ദേ ഉറക്കം എണീറ്റ് കൃതിക കുളിയൊക്കെ കഴിഞ്ഞ് മുറുക്ക് കഴിക്കുകയാണ് കേട്ടോ. കൃതിക മുറുക്ക് കഴിച്ചോണ്ടിരുന്നപ്പോൾ എനിക്കും ഒരു മുറുക്ക് കഴിക്കാൻ കൊതി വന്നിട്ട് ഞാനും ഒരു മുറുക്ക് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാ കാർത്തിക് കരയുന്നത് ട്യൂഷന് പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ്. എന്നാലും ഞാൻ പറഞ്ഞു വിട്ട് വീട്ടിൽ ഇരുന്നാൽ പഠിക്കത്തില്ല. പിന്നെ ഞാൻ ഈ ദോശ കറക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ. പനി വന്നപ്പോൾ പോലെ അച്ഛന് ചോറിനോട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ചൂടോടെ ദോശ ഇട്ട് തരട്ടെന്ന് ചോദിച്ചപ്പോൾ ആ വാർത്തയും കണ്ടുകൊണ്ടിരുന്ന 2 ദോശ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ദോശ കഴിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ എനിക്കൊരു കാപ്പിയും കിട്ടും, ബ്രൂ കാപ്പി. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചായക്ക് ഭയങ്കര അഡിക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് നിർത്തി ഇപ്പം കാപ്പിയിലേക്കായത്. കാപ്പിയിലേക്കായപ്പോൾ ഇനി കാപ്പി നിർത്താൻ എന്ത് അഡിക്ഷനാണ്, എന്ത് മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാപ്പിക്ക് അഡിക്ഷൻ. അപ്പം നിങ്ങളേക്കും കാപ്പിപ്പൊടി നിർത്തിയാൽ പോരുന്നത്, അതൊന്നും പറ്റത്തില്ല ഗൈസ്. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. ദേ ഇതാണ് എൻ്റെ അലമാരി 2. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കും. പിന്നെ ദാണ്ട് ഈ ഒരു ടീഷർട്ട് കണ്ടോ ഗൈസ്, ഇതെനിക്ക് നൊസ്റ്റാൾജിയാണ്. ഇത് എൻ്റെ മാമൻ്റെ ടീഷർട്ട് എനിക്ക് മാമി ട്രിവാൻഡ്രത്ത് ഞാൻ പഠിക്കാൻ പോയപ്പോൾ തന്നതാണേ. ഇതുമായിട്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ്. എന്നെപ്പോലെ മാമനെ ഇഷ്ടമുള്ളവരുണ്ടോ? ഞാനും എൻ്റെ മാമനും എന്താ പറയുക, അച്ഛൻ്റെ മോളുടെ ഒരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ എന്താ പറയുക, സാധനങ്ങൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്ന അങ്ങനെയല്ല. എന്നെക്കൊണ്ട് മാമൻ പാത്രം കഴിക്കില്ല. ഞാനും മാമനും കൂടെ മഴയത്ത് വണ്ടിയിൽ കറങ്ങാൻ പോകുമായിരുന്നു. മാമൻ എൻ്റെ ഡ്രസ്സ് കഴുകി തരുമായിരുന്നു, എൻ്റെ കാലിൽ ക്രീം തേച്ച് തരുമായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഞാനും എൻ്റെ മാമനും തമ്മിലുള്ള സ്നേഹം. അത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ദാണ്ട നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തത് മന്തിയാണ് ഗൈസ്. മന്തിയും പൊറോട്ടയാണ്, ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മന്തി കഴിക്കാത്തതുകൊണ്ടാണ് പൊറോട്ട കൊണ്ടുവന്നത്. പിന്നെ പാറുവാണ് കേട്ടോ വീഡിയോ എടുത്തു തരുന്നത്. ഞാൻ ഇങ്ങനെയുള്ള എന്ത് ഫുഡ് വാങ്ങിച്ചാലും പാറുവിനെ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് തന്ന ഒരാളാണ്. കാരണം ഇവിടെ അമ്മയില്ലായിരുന്നു. പിന്നെ എനിക്കൊരു സപ്പോർട്ട് തരാൻ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ചേട്ടനുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്തൊക്കെ എൻ്റെ മോളിപ്പം 3.5 വയസ്സായെങ്കിൽ ഏറ്റവും കൂടുതൽ അവളെ നോക്കിയതും എനിക്ക് ഒരു പക്ഷേ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒന്നും ഫീൽ ആവാഞ്ഞതും ഒന്ന് എൻ്റെ വീട്ടിലെ സപ്പോർട്ടും പിന്നെ എനിക്ക് പാറുവിൻ്റെ സപ്പോർട്ടുമാണ് കേട്ടോ. അപ്പം എനിക്ക് ഒരിക്കലും അവളെ ഒരു കാര്യത്തിലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എവിടെ പുറത്ത് പോയാലും വീട്ടിൽ നിൽക്കുമ്പോഴാണേലും ഫുഡ് കഴിക്കുമ്പോൾ അവളെ അത്യാവശ്യം എൻ്റെ എല്ലാ വീഡിയോസിലും കാണാറുണ്ട്. ഈ ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ എൻ്റെ കൂടെ വീഡിയോയിൽ വരുമോ എന്ന് വെച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഒരു മടിയും കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേരിൽ ഒരാളാണ്. ഒന്ന് എൻ്റെ അനിയത്തിയും പാറും. അപ്പം ഞാൻ അനിയത്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് അവൾ. എനിക്ക് വേറെ ആരോടും അങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ആളല്ല ഞാൻ. പക്ഷെ എനിക്ക് ആ ഒരു സ്ഥാനമാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ അവളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.